നിങ്ങൾ ഉഷാറോടെ കാണുന്നില്ലല്ലോ. എല്ലാ മക്കളും ഹാപ്പിയാണെങ്കിൽ, എടാ മക്കളെ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? കേൾക്കുന്നില്ല. 22 വർഷക്കാലമായി വിന്നേഴ്സ് എന്ന വൃക്ഷത്തെ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനിമോൾ ടീച്ചറും മനോജ് സാറും നമുക്ക് അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. എല്ലാവരും കൂടി കൈ കൊടുക്കുക നമ്മുടെ വിനിമോൾ ടീച്ചർക്കും മനോജ് സാറിനും വേണ്ടി. ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു ദിനമാണെന്ന്. ഇന്നിപ്പോ ഈ ഒരു ചടങ്ങുകൾ നടത്തുവാനും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും എല്ലാം ഏറ്റവും ഭംഗിയാകുന്ന രീതിയിലേക്ക് ചെയ്തെത്തിക്കാനും വേണ്ടിയിട്ട് വിന്നേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിന്നേഴ്സിന്റെ നെടുന്തൂണുകളായിട്ടുള്ള ഞങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിന്നേഴ്സിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള വിനിമോൾ ടീച്ചറെയും മനോജ് സാറിനെയും ഞാൻ ആദ്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിന്നേഴ്സിലേക്ക് ഏറ്റവും നല്ല റിസൾട്ടുകളുമായി കടന്നു വന്ന ഒരുപാട് മക്കളെ നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ്. 10th-ലെയും അതുപോലെ തന്നെ 12th-ലെയും എല്ലാ കുട്ടികളെയും വീണ്ടും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷത്തെ റിസൾട്ട് മറ്റ് വിന്നേഴ്സിന്റെ 22 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എന്തുകൊണ്ടും നോട്ടബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. കാരണം വിന്നേഴ്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രയാസകരമായ ചലഞ്ചിങ് ആയ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഗംഭീരമായ റിസൾട്ട് നമ്മൾ സ്വന്തമാക്കി. അതാണ് പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് പറയാനുള്ളത്. കാരണം ഇനി അങ്ങോട്ട് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും, അതിനുവേണ്ടി നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട് പഠനത്തിനിടയിൽ നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന ചെറിയ മെഡിറ്റേഷൻസ് പഠനം ആരംഭിക്കുമ്പോൾ അത് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള പഠനത്തിൽ നഷ്ടപ്പെടുത്തരുത്. എന്നും പഠിക്കാനിരിക്കുമ്പോൾ ചെറുതായി ഒന്ന് ഡീപ്പായിട്ട് 1-2 ശ്വാസമൊക്കെ എടുത്ത് ചുറ്റുപാടും ശബ്ദങ്ങളൊക്കെ ശ്രദ്ധിച്ച് ശരീരം ഒന്ന് ശ്രദ്ധിച്ച് വിഷമങ്ങൾ ഈശ്വരനെ സമർപ്പിച്ച് പഠിക്കുന്ന ഒരു രീതി അതല്ലോ. ആ രീതി നിങ്ങൾ ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാ ക്ലാസ് മുറികളും കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു വരി എഴുതി വെക്കാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. വേറൊന്നുമല്ല, പഠിച്ച കാര്യങ്ങൾ സഹപാഠികളുമൊത്ത് പങ്കിടുക, ആത്മാർത്ഥതയുടെ സ്വപ്നങ്ങൾ കാണാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആ ചിന്തകൾക്ക് അനുരൂപമായ പ്രവൃത്തികളിലേക്ക് ഏർപ്പെടാനും ആ പ്രവൃത്തികളിൽ നിന്നൊരു ശീലം ഫോം ചെയ്യാനും തയ്യാറായാൽ മാത്രം മതി. അത് സംഭവിച്ചിരിക്കും, ഡെഫിനറ്റ് ആയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്തിരിക്കും. ഇന്നത്തെ നമ്മുടെ ഈ ഗെറ്റ് ടുഗദർ, ഇന്നിപ്പോൾ നമ്മുടെ ഈ A+ നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. മക്കളെ, എന്താണ് വിശേഷം? എക്സാമിനല്ലല്ലോ വന്നേക്കണത്. ഇന്നെന്താ പ്രത്യേകത? നമ്മൾ വർക്കിട്ടതിന്റെ റിസൾട്ട് ആഘോഷമാണ് അല്ലെ? അതൊരു വലിയൊരു ഇത് എന്ന് തുടങ്ങി ടീച്ചർ പറയണത്, എന്ന് മീറ്റിങ്ങിൽ കേൾക്കുമ്പോഴും പറയും അല്ലെ, നന്നായി പഠിക്കണോട്ടാ, എല്ലാ ദിവസവും കുറേശ്ശെ പഠിക്കണം, അവസാനാക്കാൻ വെക്കരുത്. നിങ്ങളുടെ ഈ റിസൾട്ടിൽ നിങ്ങൾ മാത്രമാണോ കാരണക്കാരായിട്ടുള്ളത്? നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ റിസൾട്ട് നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റുമെന്ന് തോന്നണുണ്ടോ? ഇല്ല. ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത? ആരാ? പാരൻസ്. എന്ന് വെച്ചാല് അച്ഛനും അമ്മയും. ഉറപ്പാണല്ലോ. അപ്പൊ അവരോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, എപ്പോഴും ഉണ്ടായിരിക്കണം ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ, അതായത് ഇപ്പൊ +2 ആണോ 10ാം ക്ലാസ് ആണോ അവിടെ വരെ എത്തിച്ച നമ്മുടെ ടീച്ചേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സ്. പിന്നെ ഉള്ളതാരാ? ബാക്കി നിങ്ങളുടെ റിസൾട്ടിനെ സപ്പോർട്ട് ചെയ്തതാരാ? വിന്നേഴ്സിലെ കുറച്ചധികം ആളുകളുണ്ട്
ആണല്ലോ. അപ്പൊ അതിക്ക് മുമ്പ് ഞാനൊന്ന് നമ്മുടെ റിസൾട്ടിന്റെ കൗണ്ട് ഒന്ന് പറഞ്ഞോട്ടെ. 1287 ഫുൾ എ പ്ലസുകളാണ് SSLC കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ +2 സ്റ്റേറ്റ് +2 കിട്ടിയിരിക്കുന്നത് 513 ഫുൾ എ പ്ലസുകളാണ്. CBSE 10th ഫുൾ A1 193, 90% അബോവ് കുട്ടികളുടെ എണ്ണം 351. അപ്പോൾ +2 CBSE ഫുൾ A1 കിട്ടിയിരിക്കുന്നത് 46 സ്റ്റുഡൻസിനാണ്. 90% അബോവ് എത്തിയിരിക്കുന്നത് 68 സ്റ്റുഡൻസിനാണ്. ഓക്കെ, വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ഷാഡോ ടീച്ചേഴ്സിന്, ഓഫ്ലൈനിലും ഓൺലൈനിലുള്ള ഷാഡോ ടീച്ചേഴ്സിനെയും ഡിജിറ്റൽ ക്ലാസ് മോണിറ്റേഴ്സിനെയും സൂപ്പർ DCMസും അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവരും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സ്റ്റേജിലേക്ക് വേഗം വരാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ വിന്നേഴ്സ് ആകുമ്പോഴാണ് ഞങ്ങൾ വിന്നേഴ്സ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ സക്സസ് ഇസ് എ ജേർണി എന്നാണ് പറയാറ്, അതൊരു ഡെസ്റ്റിനേഷൻ അല്ല. അപ്പൊ ഈ വിജയം കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മുടെ വിന്നേഴ്സ് എല്ലാവരും നമ്മൾ ഒരുമിച്ച് കാണാനും അതുപോലെ തന്നെ എല്ലാ കുട്ടികളെയും നമുക്ക് കാണാനും സാധിച്ചു. വലിയൊരു റിസൾട്ടിന്റെ ഭാഗമാകാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ വിന്നേഴ്സിൽ നിന്നും ആദ്യത്തെ നല്ല ശീലങ്ങള് ഇനിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ. ടീച്ചറുടെയും എല്ലാ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി. ഒരു ട്യൂഷൻ, ഒരു കോച്ചിങ് കൊടുക്കുന്ന ഒരു സെന്ററിൽ ഒരു വലിയ സ്ക്രീനിൽ ഒരു ഇന്ററാക്റ്റീവ് പാനലിലൊന്നും നമ്മൾ ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കുന്നത് എനിക്കറിയില്ല. ഇവിടെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല, എന്റെ അറിവിലുമില്ല. കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വലിയൊരു ക്ലാസ് ഈ നാട്ടിലെ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശേഷിയുള്ള ഒരു സ്ഥാപനം അത് വിന്നേഴ്സ് കോച്ചിങ് സെന്റർ ആണ്. ആ ഒരു പ്രൗഡിൽ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ ഒരാഴ്ച ആയതിനു ശേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ 8th മുതൽ പഠിക്കേണ്ട സ്കോളർഷിപ്പ് അല്ലാണ്ട് കിട്ടിയത്. 8ന്റെ മുന്നേ കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ മാത്സിന് ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ട്യൂഷന് വിടാന്നുള്ളത് പണം കൊണ്ട് കഴിയില്ലായിരുന്നു. അപ്പോഴാണ് വിന്നേഴ്സിനെ കുറിച്ച് അറിഞ്ഞതും സ്കോളർഷിപ്പ് വഴി ഞാൻ ചേർന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ സ്റ്റഡീസ് കുറേ കൂടെ ബെറ്റർ ആക്കാൻ പറ്റി. എൻ്റെ പേര് ഷഹന എന്നാണ്. ഇതെൻ്റെ സിസ്റ്റർ ഷഹന. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് SSLC ചെയ്തത്. വീട്ടിൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഒത്തിരി സന്തോഷമുണ്ട്. കാലം വച്ച രക്ഷകനെ സുഭാരകനെ നിങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ വന്നാൽ പിന്തുട്ടുമില്ല ഇരുട്ടിൽ സിറ്റി പാടും രാജാവുക്ക് എല്ലാവരും സുല്ലേ ഇവനെ കുറുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണാൽ ഇല്ലും അന്നത്തനി നാടിൻ കുലം ഇല്ലും അന്നത്തനി നാടിൻ കുലം.
കന്തും മരണക്കിന്നൽ ട്രപ്പീസും നളിയൻ ബുദ്ധി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ സർക്കേസ് ആരംഭം സകലകല അഭ്യാസം സിറയിലല്ല ആനന്ദം നടക്ക പോരാൻ ഭൂകമ്പം കാർണിവല് മെഗാ ഷോ തീത്തുപ്പും ഫയർ ഷോ ഇടിവെടിപ്പുക റോഡ് ഷോ ഹൗസ്ഫുൾ നൈറ്റ് ഷോ ചകലിന്റെ സ്മഗലിംഗ് മൊത്ത ജനം കൈയടിച്ചാൽ റിംഗ് മാസ്റ്റർ സ്മൈലിംഗ്